പണ്ട് പണ്ട് ഓന്തുകൾക്കും മുൻപ്, ദിനോസറുകൾക്കും മുൻപ് ഒരു സായാഹ്നത്തിൽ രണ്ട് ജീവബിന്ദുക്കൾ നടക്കാനിറങ്ങി. അസ്തമയത്തിൽ ആറാടി നിന്ന ഒരു താഴ്വരയിലെത്തി. ഇതിൻ്റെ അപ്പുറം കാണണ്ടേ? ചെറിയ ബിന്ദു വലിയ ഇതിനോട് ചോദിച്ചു. പച്ച പിടിച്ച താഴ്വര. ഏട്ടത്തി പറഞ്ഞു, ഞാനിവിടെ തന്നെ നിൽക്കട്ടെ, എനിക്ക് പോകണം. അനുജത്തി പറഞ്ഞു. അവളുടെ മുൻപിൽ നീണ്ടുകിടന്ന അനന്ത പദങ്ങളിലേക്ക് അനുജത്തി നോക്കി. നീ ചേച്ചിയെ മറക്കുമോ? ഏട്ടത്തി ചോദിച്ചു. മറക്കില്ല, അനുജത്തി പറഞ്ഞു. മറക്കും, ഏട്ടത്തി പറഞ്ഞു. ഇതു കർമ്മ പരമ്പരയുടെ സ്നേഹരഹിതമായ കഥയാണ്. ഇതിൽ അകൽച്ചയും ദുഃഖവും മാത്രമേയുള്ളൂ. അനുജത്തി നടന്നകന്നു. അസ്തമയത്തിൻ്റെ താഴ്വരയിൽ ഏട്ടത്തി തനിച്ചു നിന്നു. പായൽക്കുരുന്നിൽ നിന്ന് വീണ്ടും അവൾ വളർന്നു. അവൾ വലുതായി. വേരുകൾ പിതൃക്കളുടെ കിടപ്പറയിലേക്ക് ഇറങ്ങി. മൃതിയുടെ മുലപ്പാല് കുടിച്ച് ചില്ലകൾ പടർന്നു തിടം വെച്ചു. കണ്ണിൽ സുർമയും കാലിൽ തണ്ടയുമിട്ട ഒരു പെൺകുട്ടി ചെതലിയുടെ താഴ്വരയിൽ പൂവിറുക്കാനെത്തി. അവിടെ തനിച്ചു നിന്ന ചമ്പകത്തിൻ്റെ ചില്ലയൊടിച്ച് പൂനുള്ളിയെടുത്തപ്പോൾ ചമ്പകം പറഞ്ഞു, അനുജത്തി, നീ എന്നെ മറന്നല്ലോ.